ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ വീഡിയോ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാട്ടോ. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേറൊരു കൂട്ടാനും വേണ്ട, ചോറ് കഴിക്കാൻ. ഇത് മാത്രമായി ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുംചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി കൂടെ കഴിക്കാം, ഏത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒരു കൂട്ടാനും നിങ്ങൾക്ക് വേണ്ട, ഇത് മാത്രമായി ഇതിൻ്റെ ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു ലൈക്കും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്തേ നമ്മളെന്ന് സപ്പോർട്ടാക്കൊണ്ടു. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഫൈനലായിട്ട് ഉണ്ടാക്കി അതാണ് കേട്ടോ കാണിക്കുന്നത്. ചെമ്മീനൊക്കെ ഒന്ന് നല്ലോണം ചട്ടി കടന്നൊന്നേ ഒരു 4-5 മിനിറ്റ് വരെ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടാട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിക്കില്ല ഗ്രേവി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. ഞാൻ കുറച്ച് ചൂടില്ല വെള്ളം, തിളച്ച വെള്ളം ആണ് ഒഴിക്കുന്നത് കേട്ടോ. ഇതൊക്കെ വേവിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ വേവിച്ച് നമ്മളെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് അതിൽ കടന്നാൽ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടെ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കിയത്. അതല്ലേ ഇങ്ങനെ ആയിരിക്കും കേട്ടോ, കുറച്ചും കൂടി ഒന്ന് പറ്റും. അപ്പോൾ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ്. മീനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി കൂട്ടി നമുക്ക് വെറുംചോറും കഴിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഈ ചപ്പാത്തി അങ്ങനെ നിങ്ങൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടെ, പൊറാട്ടൻ്റെ കൂടി ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്താക്കണേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ നല്ലോണം കഴുകി ഫ്രിഡ്ജിൽ മസാലയൊക്കെ തിരുമ്പി ഉപ്പും മുളകും മഞ്ഞളും കൂടി തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാട്ടത്. കുറച്ച് കുരുമുളകിൻ്റെ പൊടി അതിപ്പോൾ ഞാൻ 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ നിങ്ങൾ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിതൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടോ. അങ്ങനെ വല്ലാതെ മൊരിഞ്ഞു പോകുമൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം വേവും വേണം. ഒരു 4 മിനിറ്റ് ഞാൻ അപ്പുറം മറിച്ചിട്ടാണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മളെ ചെമ്മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പുറം മറിച്ചിട്ട് 4 മിനിറ്റ് നേരം വേവിച്ചു.
ഇതിപ്പോൾ ഞാൻ ആ എണ്ണയിൽ തന്നെ ചെമ്മീൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ 2 സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ, അരിഞ്ഞെടുത്തത്. ഞാൻ അപ്പോൾ ഈ 1/2 കിലോയ്ക്ക് 2 സവാളയാണ് ചേർത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതിലേറെ ഒരു സവാളയും കൂടി വേണമെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ഗ്രേവി ഒന്നുകൂടി കൊഴുപ്പ് കൂടണമെങ്കിൽ. ഞാൻ അപ്പോൾ 2 ചേർത്തിട്ടുള്ളൂ, അധികം ചേർക്കുമ്പോൾ ഒരു മധുരം വരിക കാരണം. ഇതൊന്ന് നന്നായി ഇളം ബ്രൗണായി നല്ലോണം വഴന്ന് വരണം കേട്ടോ, കരിയൊന്നും വേണ്ട, നല്ല അത്യാവശ്യം നല്ലോണം വഴന്ന് വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ നല്ലോണം വഴന്ന് വന്നോളൂ. അങ്ങനെ ഇതൊക്കെ നല്ലോണം നമുക്ക് വഴറ്റിയെടുത്തിട്ടേ ബാക്കിയുള്ള ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ചേരുവാന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, കുറച്ച് വലിയ ജീരകം, ഇതൊക്കെ പാടെ ചതച്ചെടുത്താൽ കേട്ടോ. ഇതാ ഞാൻ ചതച്ചെടുത്ത ഗ്രേവി. ഇതൊക്കെ കൂടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിൽ ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ചെറിയുള്ളി ഉണ്ട്, കുരുമുളകുണ്ട്, വലിയ ജീരകമുണ്ട്. ഇതൊക്കെ കൂടെ ചതച്ചതാട്ടോ. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ നിങ്ങൾ അരിഞ്ഞ് ചേർത്തോളി. ഇതിങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ഞാൻ നല്ലൊരു അതിൻ്റെ മസാലയൊക്കെ ആക്കി നല്ലോണം പിടിക്കും കേട്ടോ. ഈ കറന്നിട്ടേ നല്ല മസാല ഇറങ്ങി വരും. ഇനി നമുക്കൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി മതി കേട്ടോ. ഇതൊക്കെ നല്ലോണം ഈ കടന്നിട്ടേ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. ഒന്നാമത് കരണ്ട് അടുപ്പുമ്പോൾ നല്ലോണം ഫ്ലെയിം ചെറുതാക്കിയിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ കേട്ടോ ചേർത്തിക്കണത്. മുളകും പൊടി നിങ്ങൾ കുറച്ചിട്ട് കൊടുത്തോളിയും, എരിവ് അധികം ആകണീനാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്തത്. മുളകും പൊടി കുറച്ച്, കുരുമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിക്കണമല്ലോ, പിന്നെ ഈ മുളകും പൊടി ആവശ്യമുള്ളവർക്ക് കുറച്ച് വേണം ഇട്ട് കൊടുത്തോളി. കുരുമുളകും കൂടി ഇട്ടപ്പോൾ പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത്, മുളകേരി അധികം ആവുമെന്ന് വെച്ചിട്ടേ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേ നമുക്കിതേക്ക് വേപ്പിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടെ നല്ലോണം വഴന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് വറുത്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റുക. ഇതിനൊക്കെ ഒരു പച്ചമണം പോകണമെന്ന് വഴറ്റണം കേട്ടോ. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നിങ്ങൾ വഴറ്റുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീനുണ്ടല്ലോ അതേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടേ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഗ്രേവി കടന്നിട്ട്, ഇതിപ്പോൾ ഞാൻ അധികം വേഗമല്ല, ഏതാനൊക്കെ വെന്തിക്കണല്ലോ, അതും കൂടി ആയി കടന്നിട്ട് ചെറിയ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ചങ്ങാണ്ട് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് വരട്ടെ, അപ്പോൾ തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം.